Hi, my dear students. Welcome to Mathematics online classes. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യം നമ്മൾ ഡയമീറ്റർ ബേസ് ചെയ്തുകൊണ്ട് മൂന്ന് ആംഗിൾ കൺസെപ്റ്റ് പറഞ്ഞു. ഡയമീറ്ററിന്റെ രണ്ട് എൻഡ് പോയിന്റ് മൂന്നാമത് ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഈ തേർഡ് പോയിന്റിന്റെ പൊസിഷൻസ് പറയുന്നുണ്ട്. മൂന്ന് ഡിഫറെന്റ് പൊസിഷൻസ് ഉണ്ട്. ഇൻസൈഡ് ദി സർക്കിൾ, ഓൺ ദി സർക്കിൾ, ഔട്ട്സൈഡ് ദി സർക്കിൾ. അത് ബേസ് ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന ആംഗിൾ അക്യൂട്ട് ആവാം, റൈറ്റ് ആവാം, ഒബ്റ്റ്യൂസ് ആവാം. ഇൻസൈഡ് ദി സർക്കിൾ ആണ് പോയിന്റ് എങ്കിൽ അത് ഒബ്റ്റ്യൂസ് ആംഗിളും, ഓൺ ദി സർക്കിൾ ആണെങ്കിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളും, ഔട്ട്സൈഡ് ദി സർക്കിൾ ആണെങ്കിൽ നമ്മുടെ തേർഡ് പോയിന്റ് സർക്കിളിന് പുറത്താണെങ്കിൽ ആംഗിൾ എന്തായിരിക്കും? അക്യൂട്ട് ആംഗിളും ആയിരിക്കും. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡയമീറ്ററിന് പകരം എന്തെടുക്കുന്നു? കോഡ് എടുക്കുന്നു. ഡയമീറ്റർ എന്ന് പറയുന്നതും ഒരു കോഡാണ് അല്ലെ. വ്യാസം എന്ന് പറയുന്നതും ഒരു ഞാണാണ്. വ്യാസമാകുമ്പോ എവിടെ കൂടി കടന്നു പോകണം? വൃത്ത കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന ഞാൻ, അതാണ് വ്യാസം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ഞാന്റെ കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തത്തിലെ രണ്ട് പോയിന്റ്, ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുക്കാം. ഇങ്ങനെ രണ്ട് പോയിന്റ് എടുക്കുമ്പോൾ സർക്കിൾ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആവും അല്ലെ. ഒന്നിനെ ആർക്കെന്നും അടുത്തതിന് എന്തെന്നും പറയുന്നു? ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നു. ചാപവും ശിഷ്ടചാപവും. അത് ബേസ് ചെയ്തുകൊണ്ട് മൂന്ന് കോണുകൾ പഠിച്ചു. ചാപത്തിലെ കോൺ, ശിഷ്ടചാപത്തിലെ കോൺ, കേന്ദ്ര കോൺ. ആംഗിൾ ഓൺ ആർക്ക്, ആംഗിൾ ഓൺ ആൾട്ടർനേറ്റ് ആർക്ക്, പിന്നെന്താണ്? സെൻട്രൽ ആംഗിൾ. അത് ബേസ് ചെയ്തുകൊണ്ട് അതിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് നമ്മൾ പഠിച്ചു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ ഒരു ഹെഡിങ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ തുടങ്ങിയിരുന്നു. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ. അവസാനമായിട്ട് നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. മലയാളം മീഡിയം ആകുമ്പോ ചക്രീയ ചതുർഭുജം. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടെക്സിൽ കൂടി ടച്ച് ചെയ്തുകൊണ്ട് 4 വെർട്ടെക്സിൽ കൂടി കടന്നു പോകുന്ന രീതിയിൽ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൃത്തം വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. ഓക്കെ. അതെങ്ങനെയാണ് സൈക്ലിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്ത് നോക്കുക, എതിർ കോണുകൾ കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ 180 ഡിഗ്രി 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും അല്ലെ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തിരുന്നു. ഓക്കെ. 4-5 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കേസ്, നമുക്ക് തന്നിരിക്കുന്ന ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ ചക്രീയം അഥവാ സൈക്ലിക് ആവണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. 180 ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ അതിന് എന്തുവാണ് പറയുന്നത്? സപ്ലിമെന്ററി ആംഗിൾസ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? സപ്ലിമെന്ററി ആംഗിൾസ് കിട്ടണം. ഓക്കെ. അപ്പൊ നമ്മൾ 4 പ്രോബ്ലം വരെ എക്സസൈസിലെ 4 പ്രോബ്ലം വരെ ചെയ്തിട്ടുണ്ട്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. അപ്പൊ ആദ്യം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. എന്നിട്ട് പേജ് നമ്പർ 59 എടുക്കുക. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 59, അതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പേജ് നമ്പർ 59-ലെ 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദി പിക്ചർ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ബൈസെക്ടേഴ്സ് ഓഫ് അഡ്ജസന്റ് ആംഗിൾ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ABCD ഇന്റർസെക്ട് അറ്റ് PQRS. അപ്പോ നമുക്കൊരു ചതുർഭുജം തന്നിട്ടുണ്ട്. പേര് ABCD. ഒരു ക്വാഡ്രിലാറ്ററൽ ABCD തന്നിട്ടുണ്ട്. അഡ്ജസന്റ് ആംഗിളിന്റെ ബൈസെക്ടേഴ്സ് വരച്ചിട്ടുണ്ട്. അപ്പൊ ആംഗിൾ എയുടെ ബൈസെക്ടർ, ആംഗിൾ B, ആംഗിൾ C, ആംഗിൾ D, ഇവയുടെ ബൈസെക്ടേഴ്സ് വരച്ചിട്ടുണ്ട്. ഈ ബൈസെക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? PQRS ഇത്രയും പോയിന്റില് മീറ്റ് ചെയ്യുന്നു. ഓക്കെ. ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഞാൻ ഫിഗർ വരയ്ക്കാം. പ്രൂവ് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. PQRS. ഇപ്പൊ നമുക്ക് 4 പോയിന്റ് എക്സ്ട്രാ കിട്ടിയില്ലേ? Pയും Qവും Rഉം Sഉം. ഈ 4 പോയിന്റ് കൂടെ ചേർന്നുണ്ടാകുന്ന ചതുർഭുജം ക്വാഡ്രിലാറ്ററൽ ചക്രീയമാണ്, സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഞാൻ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. ക്വാഡ്രിലാറ്ററൽ ABCD ഒന്ന് വരയ്ക്കാൻ പോവാണ്. A B C D. ഓക്കെ.
ഇനി ഇതിന്റെ ഓരോന്നിന്റെ ബൈസെക്ടേഴ്സ് വരയ്ക്കാൻ പോണേ. ആംഗിൾ എയുടെ ബൈസെക്ടർ വരച്ചു. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ആയി. ദെൻ ആംഗിൾ ബിയുടെ ബൈസെക്ടർ വരയ്ക്കുന്നു. ഓക്കെ, അടുത്തത് ആംഗിൾ സിയുടെ ബൈസെക്ടർ വരച്ചു. ദെൻ ആംഗിൾ ഡിയുടെ ബൈസെക്ടർ വരച്ചു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് നടുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്. ഫിഗർ നോക്കി വരയ്ക്കണം, കറക്റ്റ് വരച്ചില്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ കിട്ടില്ല. അപ്പൊ അഡ്ജസ്റ്റന്റ് എയുടെയും ബിയുടെയും അതുപോലെ സിയുടെയും ഡി ഇതിന്റെ എല്ലാം ബൈസെക്ടേഴ്സ് വരച്ചപ്പോ നടുക്ക് എന്ത് കിട്ടി? നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ കിട്ടി. ക്വാഡ്രിലാറ്ററിന്റെ പേര് ഏതാണ്? ഈ മീറ്റിംഗ് പോയിന്റ് പി, ഇത് ക്യൂ, ഇത് ആർ, ഇത് എന്തെന്ന് കൊടുക്കുന്നു? എസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് പി, ഇത് ക്യൂ, ഇത് ആർ, ഇത് എസ്. അപ്പൊ നമുക്ക് സെൻട്രൽ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയില്ലേ? ഈ ക്വാഡ്രിലാറ്ററൽ ചക്രീയമാണെന്ന് തെളിയിക്കും. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ചക്രീയം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പ്രൂവ് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഒരു സെറ്റ് എടുത്താൽ മതി. ഇപ്പൊ ആംഗിൾ എസ് ആംഗിൾ ക്യൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ പിയും ആറും കൂടെ കൂട്ടിയാലും എത്ര കിട്ടും? 180 കിട്ടും. ടോട്ടൽ 360 കിട്ടണ്ടേ? രണ്ടെണ്ണം കൂട്ടുമ്പോൾ 180 ആണെങ്കിൽ അടുത്ത എത്ര തന്നെ ആയിരിക്കും? 180 തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ ഈക്വൽ ടു എത്ര ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്? 180 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. ആംഗിൾ എസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, സോറി ആംഗിൾ എസ് പ്ലസ് ആംഗിൾ ക്യൂ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. എങ്ങനെ നോക്കാം? ഇവിടെ ആംഗിൾ എ കണ്ടതാ, ഈ ആംഗിൾ എ അത് സ്മോൾ എ എടുക്കുന്നു. ആംഗിൾ എ ഞാൻ തൽക്കാലം സ്മോൾ എ എടുക്കുന്നു. ആംഗിൾ ബി എ സ്മോൾ ബി എന്ന് എടുക്കുന്നു. ആംഗിൾ സി എ സ്മോൾ സി എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഡി എന്തെന്ന് എടുക്കാം? സ്മോൾ ഡി എന്ന് എടുക്കാം. ഓക്കെ, അപ്പോ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി ഇവിടെ എന്തെടുത്തു? സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ ഡി എന്ന് എടുത്തു. ഓക്കെ, ഇനി ഈ വരച്ചിരിക്കുന്ന ലൈൻ ആംഗിൾ എ ബൈസെക്ട് ചെയ്യല്ലേ അല്ലേ? ഈ വരച്ചിരിക്കുന്ന ലൈൻ, ഈ ലൈൻ ആംഗിൾ എ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? എയുടെ പകുതി a/2 ആയിരിക്കും. അതുപോലെ ഈ ആംഗിളും എന്തായിരിക്കും? a/2. സിമിലർലി ഈ ആംഗിൾ എന്തായിരിക്കും? ടോട്ടൽ ബി ആണ്, ബൈസെക്ട് ചെയ്യുന്നുണ്ട് b/2. ഇതും എന്തായിരിക്കും? b/2 ആയിരിക്കും. അതുപോലെ ആംഗിൾ സി രണ്ടാവുന്നില്ലേ? അപ്പൊ ഇതെന്താ? c/2. ഇതും എന്തായിരിക്കും? c/2. ഈ ആംഗിൾ എന്തായിരിക്കും? അതിന്റെ പകുതി d/2. ഇതും എന്തായിരിക്കും? d/2. ബൈസെക്ടേഴ്സ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഓരോ ആംഗിളും ആംഗിൾ എ സ്മോൾ എ, ആംഗിൾ ബി സ്മോൾ ബി, ആംഗിൾ സി സ്മോൾ സി, ആംഗിൾ ഡി എന്തെന്നെടുത്തു? സ്മോൾ ഡി എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഈ ലൈൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ a/2 a/2, ഇതോ b/2 b/2, ഇത് c/2 c/2, d/2 d/2 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇത് വെച്ചുകൊണ്ട് ഇപ്പൊ നമുക്ക് കിട്ടിയ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ രണ്ട് ട്രയാങ്കിൾ എടുക്കാൻ പോവാം. ആദ്യം എടുക്കുന്ന ട്രയാങ്കിൾ ADS. ഓക്കെ, ഫസ്റ്റ് ഈ ഫിഗറിൽ നിന്ന് ട്രയാങ്കിൾ ADS ഈ ഒരു ട്രയാങ്കിൾ എടുക്കാം. കാണുന്നുണ്ടല്ലോ? ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ? ADS. അതില് ആംഗിൾ ASD എന്ത് വരുമായിരിക്കും? ഈ ഒരു ആംഗിൾ ASD എന്ത് കിട്ടും? രണ്ട് ആംഗിൾ നമുക്കറിയാം. ഒരു ആംഗിൾ a/2, അടുത്ത ആംഗിൾ d/2. അങ്ങനെയാണെങ്കിൽ ആംഗിൾ S എങ്ങനെ കണ്ടുപിടിക്കാം? 180 മൈനസ് തേർഡ് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? 180 ൽ നിന്ന് അറിയാവുന്ന രണ്ട് ആംഗിൾ കൂട്ടിയിട്ട് കുറയ്ക്കുക. അപ്പൊ ഇവിടെ അറിയാവുന്ന ആംഗിൾ ഏതൊക്കെയാ? a/2 d/2. അപ്പൊ 180 മൈനസ് a/2 പ്ലസ് d/2 ഈക്വൽ ടു 180 മൈനസ് ഡിനോമിനേറ്റർ സെയിം അല്ലേ? ആഡ് ചെയ്തെടുക്കാം a പ്ലസ് d/2. അപ്പൊ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടി. എന്തെന്ന് കിട്ടി? ആംഗിൾ ASD ഈക്വൽ ടു 180 മൈനസ് a പ്ലസ് d/2. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? നോക്കി, ഈ ആംഗിൾ തന്നെയല്ലേ ഇവിടെ വരുന്നത്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്? സോ ഇവിടെ എന്ത് കിട്ടിയോ അത് തന്നെയായിരിക്കും ഈ ആംഗിൾ. ഈ ആംഗിളിന്റെ പേരെന്തുവാ? PSR. Therefore angle PSR equal to
180 minus a plus d by 2. Angle PSR എന്ത് കിട്ടാണ്? 180 minus a plus d by 2. ഓക്കെ, ഇതുപോലെ അടുത്ത ഒരു ട്രയാങ്കിൾ എടുക്കണം. ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തത് ട്രയാങ്കിൾ ADS ആണ്. അടുത്ത ഞാൻ എടുക്കാൻ പോകുന്ന ട്രയാങ്കിൾ BQC. ഓക്കെ, അടുത്ത എടുത്ത ട്രയാങ്കിൾ ഏതാണ്? BQC. അതിൽ ഒരു ആംഗിൾ നമുക്ക് അറിഞ്ഞുകൂടാം. ഏതാ? ആംഗിൾ BQC. ഒന്ന് കണ്ടുപിടിച്ചേ. ആംഗിൾ BQC എന്ത് വരും? 180 മൈനസ് രണ്ട് ആംഗിൾ അറിയാലോ. ഒന്ന് B/2, അടുത്തത് C/2. അപ്പൊ B/2 പ്ലസ് C/2 ഈക്വൽ ടു 180 മൈനസ് ആഡ് ചെയ്തൂടെ? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് B plus C/2. ഓക്കെ, therefore എന്ത് പറയാം? ആംഗിൾ BQC, ആംഗിൾ BQC നമുക്ക് കിട്ടി. അത് ബേസ് ചെയ്തുകൊണ്ട് ദാ ഈ ഒരു ആംഗിൾ നമുക്ക് കിട്ടിയില്ലേ? എന്ത് കിട്ടി? 180 മൈനസ് B plus C/2. അങ്ങനെയാണ് ഈ ആംഗിൾ എന്തായിരിക്കും? വെർട്ടിക്കൽ ഓപ്പോസിറ്റ് അല്ലേ? അതുകൊണ്ട് ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആവണ്ടേ? ഈ ആംഗിൾ എന്ത് വരും? പേരെന്താണ്? PQR. അപ്പോ ആംഗിൾ PQR ഈക്വൽ ടു 180 മൈനസ് B plus C/2. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ആംഗിളും കിട്ടി, ഈ ആംഗിളും കിട്ടി. ശരിയാണല്ലോ? ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുകയാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന PSR ഉം PQR ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം PQRS is a cyclic quadrilateral. അപ്പൊ നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഏതൊക്കെ ആംഗിളാണ്? PSR ഉം PQR ഉം കൂടെ ആഡ് ചെയ്ത് നോക്കുമ്പോൾ 180 കിട്ടുന്നുണ്ടോ? അപ്പൊ നോക്കാം. ആംഗിൾ PSR പ്ലസ് ആംഗിൾ PQR. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇതില് PSR നമുക്കറിയാം, നമ്മൾ അവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ PQR നമുക്കറിയാം, കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനൊന്ന് കൂട്ടാൻ പോവാണേ. ആംഗിൾ PSR പ്ലസ് ആംഗിൾ PQR ഈക്വൽ ടു 180 മൈനസ് a plus d by 2 പ്ലസ് അടുത്തെന്താ? 180 മൈനസ് B plus C/2. ശരിയല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ ആ രണ്ട് ആംഗിൾ എഴുതി. ഇനി കൂട്ടി പറ. ഏതാ കൂട്ടാം? 180 പ്ലസ് 180 ഇവിടെ ആഡ് ചെയ്താൽ 360, 360. രണ്ടിലും മൈനസ് കൊടുത്തു, ബ്രാക്കറ്റ് ഇട്ടു. ഇനി ഇവിടെ നോക്കി, ഡിനോമിനേറ്റർ 2, ഇവിടെ ഡിനോമിനേറ്റർ 2, സെയിം സൈൻ. അപ്പൊ എന്ത് ചെയ്യണം? ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടി അതേ ചിഹ്നം. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ കൂട്ടുക. കൂട്ടി എന്ത് കിട്ടും? A plus D plus B plus C by എന്തെന്ന് കിട്ടും? 2 എന്ന് ഈക്വൽ ടു 360 മൈനസ് 360 by 2. 360 മൈനസ് 360 by 2. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ 360 കൊടുത്തത്? 360 കൊടുത്തത് എന്തുകൊണ്ടാ? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി, അതല്ലേ ABCD എന്നെടുത്തേക്കുന്നത്? അത് നാലും എന്തിന്റെ ആംഗിൾ ആണ്? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾസ് അല്ലേ? ഒരു ക്വാഡ്രിലാറ്ററിന്റെ 4 ആംഗിൾ കൂടെ ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം? 360 അല്ലേ? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് A പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് സിക്ക് ഞാൻ എന്ത് കൊടുത്തു? 360 എന്ന് കൊടുത്തു. ആൻസർ ആയി 360 മൈനസ് 360ന്റെ പകുതി എത്രയാ? 180. 180 360ൽ നിന്ന് കുറയ്ക്കുന്നു, എത്ര കിട്ടുന്നു? 180 ഡിഗ്രി കിട്ടുന്നു. അപ്പൊ ആംഗിൾ PSR ആംഗിൾ PQR കൂടി ആഡ് ചെയ്തു, നമുക്ക് എത്ര ഡിഗ്രി കിട്ടി? 180 ഡിഗ്രി കിട്ടി. അപ്പൊ നമുക്ക് പറയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. സോ PQRS is a cyclic quadrilateral. ഓക്കേ, ആംഗിൾ PSR ഉം ആംഗിൾ PQR ഉം ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ആഡ് ചെയ്തപ്പോൾ എത്ര ഡിഗ്രി കിട്ടി? 180 ഡിഗ്രി കിട്ടി. അതിൽ നിന്ന് നമ്മൾ എന്ത് പറയുന്നു? PQRS is a cyclic quadrilateral. ക്ലിയർ ആണല്ലോ? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ടെക്സ്റ്റ് ബുക്കില് ഇപ്പൊ നമ്മൾ 59ലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇനി നിങ്ങൾ 60ാമത്തെ പേജിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 60ാമത്തെ പേജിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ
രണ്ട് പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് പാർട്ട് ഉണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സ്ഥിരം എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ദി ടു സർക്കിൾ ബിലോ ഇന്റർസെക്ട് അറ്റ് പി ആൻഡ് ക്യൂ. രണ്ട് സർക്കിൾ കൊടുത്തിട്ടുണ്ട്, അത് പിയിലും ക്യൂവിലും ഇന്റർസെക്ട് ചെയ്യുന്നു. ലൈൻ ത്രൂ ദീസ് പോയിന്റ്സ് മീറ്റ് ദി സർക്കിൾസ് അറ്റ് എ ബി സി ഡി. അപ്പൊ ഈ ലൈനിൽ കൂടി എന്ത് വരച്ചിരിക്കുകയാണ്? ഈ പിയിലും ക്യൂവിലും കൂടി ലൈൻസ് വരച്ചിരിക്കുകയാണ്. ആ രണ്ട് ലൈൻ എ ബി സി ഡി ഈ പോയിന്റ്സിൽ എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. The line AC and BD are not parallel. AC യും BD യും parallel അല്ല. പക്ഷേ prove that if these lines are equal. പക്ഷെ ആ രണ്ട് ലൈൻ parallel അല്ല, പക്ഷെ അതെന്താണ്? Equal ആണ്, തുല്യമാണ്. Then ABDC is a cyclic quadrilateral. ഇപ്പോ നമ്മൾ വരച്ച AC യും BD യും എന്താണെങ്കിൽ ഈക്വൽ ലൈൻസ് ആണെങ്കിൽ ABDC എന്താന്ന് പ്രൂവ് ചെയ്യണം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ ഉണ്ടല്ലോ, അത് അതുപോലെ ഒന്ന് വരയ്ക്കുക. തന്നിരിക്കുന്ന ഫിഗർ അതുപോലെ വരയ്ക്കുക. അപ്പൊ ഫസ്റ്റ് സർക്കിൾ വരച്ചു, സെക്കൻഡ് സർക്കിൾ വരച്ചു, ഇവിടെ മീറ്റ് ചെയ്തു പി, ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട് ക്യൂ. പിയിൽ കൂടി ഒരു ലൈൻ വരച്ചു, ക്യൂവിൽ കൂടി ഒരു ലൈൻ വരച്ചു. ഇത് എ, ഈ പോയിന്റ് സി, ഇത് ബി, ഇത് ഡി. ഓക്കെ, ഫിഗറിലെ എ ബിയും അതുപോലെ സി ഡിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ബി ഡി സി ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് പ്രൂവ് ചെയ്യണം. ഈ സൈക്ലിക് എന്ന് എങ്ങനെയാ പ്രൂവ് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അതായത് ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടെ ആഡ് ചെയ്താൽ 180 കിട്ടണം. ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്താലും എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതെങ്ങനെയാ ചെയ്ത് നോക്കുക? വളരെ എളുപ്പമാണ് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ്, ജോയിൻ പി ക്യൂ. പിയും ക്യൂയും കൂടെ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഞാൻ യോജിപ്പിച്ചു, പിയും ക്യൂയും കൂടെ യോജിപ്പിച്ചു. ഓക്കെ ആണ്. ഇപ്പൊ നമുക്ക് രണ്ട് ക്വാഡ്രിലാറ്ററൽ കിട്ടിയില്ലേ? ഈ രണ്ട് ക്വാഡ്രിലാറ്ററലും എന്താണ്? സൈക്ലിക് ആണ്, ശരിയല്ലേ? എ ബി പി ക്യൂ അല്ലെ, സോറി, എ ബി ക്യൂ പി സൈക്ലിക് അല്ലേ? എ ബി ക്യൂ പി സൈക്ലിക് ആണ്. എന്തുകൊണ്ടാ? എയും ബിയും ക്യൂവും പിയും സർക്കിളിലെ പോയിന്റ് ആണ്. അതുപോലെ പി സി ഡി ക്യൂ അതും സൈക്ലിക് ആണ്. റീസൺ എന്താ? പിയും സിയും ഡിയും ക്യൂവും എവിടെ കിടക്കുന്നു? സർക്കിളിൽ കിടക്കുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ആൻസർ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. എളുപ്പമാണ്. എ സി ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട്, ബി ഡി എന്ന് തന്നിട്ടുണ്ട്. എ സിയും ബി ഡിയും ഈക്വൽ ആണ്. Therefore നമുക്ക് പറയാം ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. എ സിയും ബി ഡിയും ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ ബിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് തൽക്കാലം എന്തെന്ന് എടുക്കുന്നു? എക്സ് ഡിഗ്രി. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ് എന്തെന്നെടുത്തു? എക്സ് ഡിഗ്രി. ഇതും എന്തെന്നെടുക്കാം? എക്സ് ഡിഗ്രി. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ആംഗിളും ഈ ആംഗിളോട് ആഡ് ചെയ്താൽ 180 കിട്ടണം. എന്താ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ആംഗിൾ ഉണ്ടോ? ഇത് രണ്ടോടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടണം. റീസൺ നമുക്കറിയാം, എ ബി ക്യൂ പി എന്താണ്? സൈക്ലിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഫിഗർ കണ്ടാൽ അറിയാം എ ബി ക്യൂ പി സൈക്ലിക് ആണ്. കാര്യം എയും ബിയും ക്യൂവും പിയും സർക്കിളിലെ പോയിന്റ് അല്ലേ? അപ്പൊ ഇത് എക്സ് ഡിഗ്രി ആകുമ്പോ ഇത് എന്താവണം? 180 മൈനസ് എക്സ് എങ്കിലേ കൂട്ടുമ്പോൾ എത്ര കിട്ടത്തുള്ളൂ? 180 കിട്ടും. അതുപോലെ ഇത് എക്സ് ആകുമ്പോ ഇതും എന്തായിരിക്കണം? 180 മൈനസ് എക്സ് ആയിരിക്കണം. ഓക്കെ, ഇനി ഈ ആംഗിൾ എന്ത് വരും? നമ്മളൊരു പ്രൂഫ് ആയിട്ട് തന്നെ പഠിച്ചതാണ്. ഇവിടെയുള്ള ആംഗിൾ എക്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ എക്സ്റ്റീരിയർ ആംഗിൾ, ഇന്റീരിയർ ആംഗിൾ അകത്തുള്ള കോൺ എക്സ് ആണെങ്കിൽ എതിർ മൂലയിലെ എന്താണ് പുറം കോൺ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. പഠിച്ചതല്ലേ? ഈ ആംഗിൾ എക്സ് ആകുമ്പോ ഈ ആംഗിളും എന്ത് വരും? എക്സ് വരും. അതല്ലെങ്കിൽ ഓർത്താ മതി, ഇത് രണ്ടോടെ ചേർക്കുമ്പോ ലീനിയർ പെയർ ആവണ്ടേ? ലീനിയർ പെയറിന്റെ സം എത്രയാ? 180 ഡിഗ്രി അല്ലേ? അപ്പൊ ഒന്ന് എക്സ് ആണെങ്കിൽ അടുത്തത് 180 മൈനസ് എക്സ്. അപ്പൊ ഒന്ന് 180 മൈനസ് എക്സ് ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? എക്സ് ആയിരിക്കില്ലേ? അതുപോലെ ഈ ആംഗിൾ നമുക്ക് എന്തെന്ന് എടുക്കാം? എക്സ്. ഇനി പി ക്യു ഡി സി കാണുന്നുണ്ടല്ലോ, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? അങ്ങനെയാകുമ്പോ ഇത് എക്സ് ആകുമ്പോ ഇതെന്തായിരിക്കണം? 180 മൈനസ് എക്സ്.
അതുപോലെ ഇത് x ആകുമ്പോ ഇതും എന്തായിരിക്കണം 180 മൈനസ് എക്സ്. അപ്പൊ ഈ ക്വസ്റ്റ്യനില് AC ഈക്വൽ ടു BD ആണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ആംഗിളും എന്തെന്ന് എടുത്തത് x എന്ന് എടുത്തത്. ഇപ്പൊ നമ്മുടെ ആംഗിൾ A ഉണ്ട്, ആംഗിൾ B ഉണ്ട്, ആംഗിൾ C ഉണ്ട്, ആംഗിൾ D ഉണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതൊക്കെയാ? ആംഗിൾ എയും ആംഗിൾ ഡിയും. അപ്പൊ ആംഗിൾ A പ്ലസ് ആംഗിൾ D ഈക്വൽ ടു ആംഗിൾ എയുടെ വാല്യൂ എന്താ? x പ്ലസ് ആംഗിൾ D യുടെ വാല്യൂ എന്താ? 180 മൈനസ് എക്സ്. അപ്പൊ ഈ എക്സും കട്ട് ചെയ്തു, എത്ര കിട്ടും? 180. അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്ത് വരും നോക്കി. ആംഗിൾ ബി എത്രയാണ് നോക്ക. ആംഗിൾ ബി എത്ര കിടക്കുന്നേ? എക്സ്, ശരിയല്ലേ? ആംഗിൾ സി എന്താ? 180 മൈനസ് എക്സ്. നമുക്ക് എന്ത് വെട്ടിക്കളയാം? ഈ എക്സും വെട്ടാം. പ്ലസ് എക്സും മൈനസ് എക്സും കട്ട് ചെയ്തു, എന്ത് കിട്ടി? 180 ഡിഗ്രി. അപ്പോ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം 180 ഡിഗ്രി ആയില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എതിർകോണുകൾ അനുപൂരകമാണ്. സോ ABDC ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ABDC എന്തായിട്ട് മാറുന്നു? ഒരു ചക്രീയ ചതുർഭുജമായിട്ട് മാറുന്നു. അപ്പൊ ഇത് x എടുക്കുമ്പോൾ ഇത് എന്തുകൊണ്ടാ 180 മൈനസ് എക്സ് വന്നത്? ABQP എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അത് ഫിഗർ നോക്കി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫിഗറിൽ മാർക്ക് ചെയ്താൽ മതി. കൃത്യമായിട്ട് ഫിഗറിൽ മാർക്ക് ചെയ്യാം, എന്നിട്ട് ഈ ആൻസർ എഴുതാം. അടുത്ത ബി പാർട്ട് നോക്കി. എന്താ ബി പാർട്ട് പറഞ്ഞിരിക്കുന്നത്? ഇൻ ദി പിക്ചർ ബി പാർട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇൻ ദി പിക്ചർ ദ സർക്കിൾ ഓൺ ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇന്റർസെക്ട് ദി മിഡിൽ സർക്കിൾ അറ്റ് PQRS. അപ്പോ 3 സർക്കിൾ ഉണ്ട്, ലെഫ്റ്റിലും ഉണ്ട് റൈറ്റിലും ഉണ്ട്. ഈ 2 സർക്കിളും മിഡിൽ സർക്കിളില് Pയില് Qയില് Rല് Sല് മീറ്റ് ചെയ്യുന്നു. ഇനി പറഞ്ഞിരിക്കുന്നത് the line joining them meet the left and right circle at ABCD. അപ്പോ നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ഈ PQRS അതില് Pയിലും Sലും Rലും കൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ Qയിലും Sലും കൂടെ പാസ് ചെയ്യുന്ന ലൈൻ വരച്ചിട്ടുണ്ട്. അത് എവിടെയൊക്കെ മീറ്റ് ചെയ്യുന്നു? ഇടതുവശത്തെയും വലതുവശത്തെയും സർക്കിളില് ABCD. Prove that ABDC is a cyclic quadrilateral. ABDC എന്താന്ന് പ്രൂവ് ചെയ്യണം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പൊ പറഞ്ഞ അതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്താ സ്വന്തമായിട്ട് ഫിഗർ വരയ്ക്കണമെന്നില്ല. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ അതുപോലെ എന്ത് ചെയ്യുക? ഒന്ന് കോപ്പി അടിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ നമുക്കൊന്ന് വരയ്ക്കാം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഒരു സർക്കിള്, നടുക്കൊരു സർക്കിള്, റൈറ്റ് സൈഡിൽ ഒരു സർക്കിൾ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒന്നതാ ഇവിടെ Pയിൽ മീറ്റ് ചെയ്യുന്നു, ഇവിടെ Qയിൽ മീറ്റ് ചെയ്യുന്നു, ഇവിടെ P, ഇവിടെ Q, ഇവിടെ R, ഇവിടെ S. ഓക്കെ, PQRS ൽ മീറ്റ് ചെയ്യുന്നു. Pയിലും Rലും കൂടെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ Qയിലും Sലും ടച്ച് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അത് എവിടെയൊക്കെ മീറ്റ് ചെയ്യുന്നു പറഞ്ഞേക്കുന്നേ? ഇടതുവശത്ത് AB, വലതുവശത്ത് CD. ഓക്കെ, എന്നിട്ട് ഏത് ജോയിൻ ചെയ്തേക്കുന്നു? ABയും CDയും ജോയിൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഈ ABDC എന്താന്ന് പ്രൂവ് ചെയ്യണം? സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പൊ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പൊ ചെയ്ത അതേ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജോയിൻ PQ, RS. PQ ജോയിൻ ചെയ്യണം, RS ജോയിൻ ചെയ്യണം. PQ വരച്ചു, RS വരച്ചു, PQ വരച്ചു, RS വരച്ചു. എന്ത് സംഭവിച്ചു? നമുക്കുള്ള ഒരു ചതുർഭുജം സിംഗിൾ ക്വാഡ്രിലാറ്ററൽ എത്ര പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആയി? 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആയി. ശരിയല്ലേ? 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഈ 3 പാർട്ടിന്റെയും പ്രത്യേകത എന്താ? സ്പ്ലിറ്റ് ആയ 3 പാർട്ടിന്റെയും പ്രത്യേകത എന്താ? ഈച്ച് ആർ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ കിട്ടിയിരിക്കുന്ന ഓരോ ക്വാഡ്രിലാറ്ററലും എന്ത് ക്വാഡ്രിലാറ്ററൽ ആണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ശരിയല്ലേ? ആദ്യത്തെ സർക്കിളിനകത്തല്ലേ ABQP നിൽക്കുന്നത്, അതുകൊണ്ട് അത് സൈക്ലിക് ആയി. അടുത്ത PQSR സൈക്ലിക് ആണ്. അതുപോലെ RSCD എന്താണ്? RSDC എന്താണ്? സൈക്ലിക് ആണ്. കാര്യം ഈ പറയുന്ന പോയിന്റ് എല്ലാം എന്തിലാണ്? സർക്കിളിലാണ് കിടക്കുന്നത്. ഓക്കെ,
ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോ നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ 3 സർക്കിൾ മൊത്തത്തിൽ വരച്ചിരിക്കുന്നു. അതിനകത്ത് 2 ലൈൻ പി ക്യൂവും ആർ എസും വരച്ചപ്പോൾ അത് എന്തായി? 3 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിട്ട് സ്പ്ലിറ്റ് ആയി. പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ല. എന്തെങ്കിലും കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടോ? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനില് എന്താണ്? എ സി ഈക്വൽ ടു ബി ഡി എന്നൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ കണ്ടീഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് ഈ ആംഗിൾ ഞാൻ എക്സ് എന്ന് എടുക്കുമ്പോൾ ഈ ആംഗിൾ എന്തെന്ന് എടുക്കാൻ പറ്റൂ? വൈ. ഒരിക്കലും ഈ 2 ആംഗിൾ ഈക്വൽ എന്ന് പറയാം. ഈക്വൽ ആവാം, പക്ഷെ ഈക്വൽ എന്ന് പറയാൻ ക്വസ്റ്റ്യന് കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ല. സോ ഞാൻ ഇത് എക്സ് എന്ന് എടുത്തു. അപ്പൊ ഇത് എന്തെന്ന് വരും? വൈ എന്ന് വരും. ഇത് ബേസ് ചെയ്തോണ്ട് ബാക്കി എല്ലാ ആംഗിളും എഴുതി കൂടെ. ഈ എക്സ് വെച്ചുകൊണ്ട് എഴുതി പോവാണേ. ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് എക്സ്. ശരിയല്ലേ? ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇനി ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് എക്സ്. ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കണം? സപ്ലിമെന്ററി ആണ്. അപ്പൊ ഒന്ന് എക്സ് ആകുമ്പോൾ അടുത്ത് എന്താവണം? 180 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? എക്സ്. അപ്പൊ ഈ ആംഗിൾ എന്ത് വരും? 180 മൈനസ് എക്സ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന ആംഗിൾ വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ ആംഗിൾ എക്സ് ബേസ് ചെയ്തുള്ള ആംഗിൾ എല്ലാം മാർക്ക് ചെയ്തു. ഇതുപോലെ ഏതിന്റെ എടുക്കണം? വൈയുടെ എടുക്കണം. ഇത് വൈ. അപ്പൊ ഇതെന്തായിരിക്കും? 180 മൈനസ് വൈ. ഓക്കെ. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? വൈ. ഇതെന്തായിരിക്കും? 180 മൈനസ് വൈ. ഈ ആംഗിളോ? വൈ. ഇത് വൈ ആകുമ്പോ ഇതെന്തായിരിക്കും? 180 മൈനസ് വൈ. ഓക്കെ. അപ്പൊ എക്സ് എന്ന് പറയുന്ന ആംഗിൾ, എക്സ് എന്ന് പറഞ്ഞ ഈ ആംഗിൾ എടുക്കുന്നു, വൈ എന്ന് പറഞ്ഞ ഈ ആംഗിൾ എടുക്കുന്നു. അത് വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ഇതിന്റെ അകത്തുള്ള ആംഗിൾസ് ഞാൻ മാർക്ക് ചെയ്തു. അപ്പൊ എങ്ങനെ എടുത്തത്? ലെറ്റ് ആംഗിൾ എ ഈക്വൽ ടു എക്സ് ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ ടു വൈ ഡിഗ്രി. ആംഗിളെ എക്സ് എന്നും ആംഗിൾ ബി വൈ എന്നും എടുക്കുന്നു. ഓക്കെ. അത് വെച്ചുകൊണ്ട് കംപ്ലീറ്റ് ആംഗിൾ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എ ബി ഡി സി സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യണ്ടേ? എ ബി ഡി സി എങ്ങനെയാണ് സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യുക? ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടുന്നുണ്ടോ നോക്കിയാൽ പോരെ. ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതൊക്കെയാ? എയും ഡിയും, അടുത്തത് ബിയും സിയും. നമുക്ക് കൂട്ടി നോക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി എന്ത് കിട്ടും? ആംഗിൾ എ എത്ര ഡിഗ്രിയാ? എക്സ്. പ്ലസ് ആംഗിൾ ഡി എത്ര ഡിഗ്രിയാ? 180 മൈനസ് എക്സ്. പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ കട്ട് ചെയ്തു. എന്ത് കിട്ടുന്നു? 180 ഡിഗ്രി. പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ കട്ട് ചെയ്തു. എത്ര ഡിഗ്രി എന്ന് കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. അടുത്തത് ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്യുന്നു. എന്ത് കിട്ടും? ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്താൽ എക്സ് പ്ലസ് ആംഗിൾ ബി എക്സ് അല്ലല്ലോ. എന്താണ് ആംഗിൾ ബി നമ്മൾ എടുത്തേക്കുന്നത്? വൈ. അപ്പോ വൈ പ്ലസ് ആംഗിൾ സി എന്ത് കിട്ടി? 180 മൈനസ് വൈ. പ്ലസ് വൈയും മൈനസ് വൈയും കൂടെ കട്ട് ചെയ്തു. എത്ര ഡിഗ്രി തന്നെ വന്നു? 180 ഡിഗ്രി തന്നെ വന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി അല്ലെ? എതിർ കോണുകളുടെ തുക 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ABDC is a cyclic quadrilateral. ABDC എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തു. ആദ്യത്തെ ക്വസ്റ്റ്യന് 2 സർക്കിൾ, അടുത്ത ക്വസ്റ്റ്യനിൽ 3 സർക്കിൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യത്തേല് ഒരു ലൈൻ വരച്ചപ്പോൾ 2 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടി. അവിടെ AC ഈക്വൽ ടു BD എന്നൊരു കണ്ടീഷൻ തന്നതുകൊണ്ട് ആംഗിൾ എയും ആംഗിൾ ബിയും എക്സ് എന്ന് എടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആംഗിൾ കണ്ടുപിടിച്ചു. ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്ത് നോക്കി. ഇവിടെ ആണെങ്കിലോ 3 സർക്കിൾ ഉണ്ട്. സോ നമ്മൾ എത്ര ലൈൻ വരയ്ക്കും? 2 ലൈൻ വരച്ചു. എത്ര സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടി? 3 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കിട്ടി. ആംഗിൾ എ എക്സ് എന്ന് എടുത്തു, ആംഗിൾ ബി വൈ എന്ന് എടുത്തു. അത് വെച്ചുകൊണ്ട് ബാക്കി എല്ലാ ആംഗിളും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആംഗിൾ എയും ആംഗിൾ ഡിയും അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ സിയും ആഡ് ചെയ്ത് നോക്കി. എത്ര കിട്ടി? 180 ഡിഗ്രി. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ABDC is a cyclic quadrilateral. ഓക്കെ. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് ബാലൻസ് ഉള്ളത്. ഓക്കെ. അതുകൂടെ നമുക്ക് നോക്കാം. പേജ് നമ്പർ 60-ലെ 7ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താണെന്ന് വായിച്ചേ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇൻ ദി പിക്ചർ, ചിത്രത്തിൽ PQR are marked on the side ABC CA AB of triangle ABC. ഒരു ത്രികോണമുണ്ട്. ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫിഗർ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതില് BC എന്ന് പറയുന്ന സൈഡിലെ ഒരു പോയിന്റ് ആണ് P, CA യിൽ ഒരു പോയിന്റ് ആണ് Q,
എ ബിയിൽ ഒരു പോയിന്റ് ആണ് ആർ. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സർക്കം സർക്കിൾ ഓഫ്, എന്നിട്ട് എന്ത് വരച്ചിരിക്കുകയാണ്? രണ്ടെണ്ണത്തിന്റെ, അതായത് ട്രയാങ്കിൾ എ ക്യു ആർ. അപ്പൊ നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്തു, പിയും ക്യൂവും ആർ എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യപ്പോ നമുക്ക് എത്ര ട്രയാങ്കിൾ ആവും? നമ്മൾ ഉള്ള ട്രയാങ്കിൾ എ ബി സി ഒരു 4 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. അതില് എ ക്യു ആറിന്റെ സർക്കം സർക്കിൾ വരയ്ക്കുന്നു. അതുപോലെ ബി ആർ പിയുടെ എന്ത് വരച്ചിരിക്കുന്നു? സർക്കം സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് സർക്കിളും എം എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു. ഈ വരച്ചിരിക്കുന്ന രണ്ട് സർക്കിളും ഏത് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു? എം. Prove that the circumcircle of triangle CPQ, ഇങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ട്രയാങ്കിൾ CPQ അതിന്റെ സർക്കം സർക്കിളും എമ്മിൽ കൂടി പാസ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആ ഫിഗർ ആദ്യം ഒന്ന് വരയ്ക്കുക. ഫിഗർ നോക്കാം. എന്താണ് ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലേ? ട്രയാങ്കിളിന്റെ പേരെന്താ? എ ബി സി. ഓക്കെ, എന്നിട്ട് ബി സിക്കകത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു പി, എ സിക്കകത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ക്യൂ, ദെൻ എ ബിക്കകത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു ആർ. ഓക്കെ, ഇത് ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതാ ഇങ്ങനെ ഞാൻ ഡോട്ടർ ലൈൻ ഇട്ടാണ് വരയ്ക്കുന്നത്. അപ്പൊ ഇത് പല സർക്കിളായിട്ട് പല ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് അല്ലെ? 4 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അതില് ആദ്യത്തെ ട്രയാങ്കിൾ എ ആർ ക്യൂ കാണുന്നുള്ള എ ആർ ക്യൂ, അതിന്റെ സർക്കം സർക്കിൾ വരയ്ക്കണം. അപ്പൊ എവിടെ കൂടി പാസ് ചെയ്യണം? എയിൽ കൂടി, ആറിൽ കൂടി, അതുപോലെ ക്യൂവിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ സർക്കിൾ വരച്ചു. ഓക്കെ, ഈ 3 പോയിന്റ് ഇവിടെ പാസ് ചെയ്യുന്ന രീതിയിൽ ആദ്യത്തെ സർക്കം സർക്കിൾ വരച്ചു. അടുത്ത എനിക്ക് ഏതിന്റെ സർക്കം സർക്കിൾ വേണം? ബി ആർ പി. ബി ആർ പി അതിന്റെ സർക്കം സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഈ രണ്ട് സർക്കം സർക്കിളും ഏത് പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു? എം എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ രണ്ട് സർക്കം സർക്കിൾ എവിടെ മീറ്റ് ചെയ്യുന്നു? എം എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യണം സി പി ക്യൂവിന്റെ സർക്കം സർക്കിൾ വരയ്ക്കുമ്പോൾ, സി പി ക്യൂവിന്റെ സർക്കം സർക്കിൾ വരയ്ക്കുമ്പോൾ എവിടെ കൂടി പാസ് ചെയ്യണം? എമ്മിൽ കൂടി പാസ് ചെയ്യണം. ഓക്കെ, സർക്കം സർക്കിൾ പി ക്യൂ സി വരയ്ക്കുമ്പോൾ എവിടെ കൂടി പാസ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം? എമ്മിൽ കൂടി പാസ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. ശ്രദ്ധിച്ച് കേൾക്കുക. ലെറ്റ് ആംഗിൾ എ ഈക്വൽ ടു എക്സ് ഡിഗ്രി. ഈ ഒരു ആംഗിൾ ഞാൻ എന്തെന്ന് എടുത്തു? എക്സ് ഡിഗ്രി എന്ന് എടുത്തു. Then angle B equal to y degree. ഈ ആംഗിൾ y ഡിഗ്രി എന്ന് എടുത്തു. ആംഗിൾ C equal to, അപ്പൊ എന്തായിരിക്കും ആംഗിൾ C? Z ഡിഗ്രി. സോറി, ഡിഗ്രി വേണ്ട കേട്ടോ. ആംഗിൾ A എന്തെടുത്തു? x എന്നെടുത്തു. ആംഗിൾ B y എന്നെടുത്തു. ആംഗിൾ C Z എന്നെടുത്തു. ഡിഗ്രി ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. ആംഗിൾ മെഷർമെന്റ് എപ്പോഴും ഡിഗ്രിയിലായിരിക്കും. ഞാൻ ഡിഗ്രി മാർക്ക് ചെയ്യുന്നില്ല. ആംഗിൾ A എന്തെടുത്തു? x. ആംഗിൾ B എന്തെടുത്തു? y. ആംഗിൾ C എന്തെടുത്തു? Z എന്നെടുത്തു. ഓക്കെ ആണ് ആദ്യത്തെ സ്റ്റെപ്പ് ആയി. അടുത്തത് ജോയിൻ, യോജിപ്പിക്കാൻ പോവാണ്. ഏതൊക്കെയാണ്? RM, അതുപോലെ PM, അതുപോലെ QM. അപ്പൊ ഏതൊക്കെ ജോയിൻ ചെയ്യണം? RM ജോയിൻ ചെയ്യണം, MQ അല്ലെങ്കിൽ QM ജോയിൻ ചെയ്യണം, then PM. അപ്പൊ M ന്ന് R ലോട്ട് ഒരു ലൈൻ വരച്ചു, M ൽ നിന്ന് P ലോട്ട് ഒരു ലൈൻ വരച്ചു, M ൽ നിന്ന് Q ലോട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ ആണല്ലോ. അപ്പോ ഇവിടുത്തെ കേസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാലേ ARMQ കാണുന്നുണ്ടോ? ARMQ ഈ രണ്ട് ലൈനും കൂടെ വരച്ചപ്പോഴേ ARMQ എന്തായിട്ട് മാറി? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ARMQ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? എന്തുകൊണ്ടാ? ഈ മുകളിൽ വരച്ചിരിക്കുന്ന സർക്കിളിലെ പോയിന്റുകളാണ് A, R, M, Q. ശരിയല്ലേ? അപ്പോ ARMQ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിട്ട് മാറത്തില്ലേ? അപ്പൊ ഞാൻ എഴുതാണ്, ഈ ഫിഗർ വരച്ചു കഴിഞ്ഞപ്പോ ഈ ലൈൻ വരച്ചപ്പോ നമുക്ക് കിട്ടി ക്വാഡ്രിലാറ്ററൽ ARMQ is cyclic. ARMQ എന്തായിട്ട് മാറി? ചക്രീയ ചതുർഭുജമായിട്ട് മാറി. എന്താ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത? ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്?
ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണ്ടേ? അപ്പൊ ഈ ആംഗിൾ x ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കണം? ചക്രീയ ചതുർഭുജമാണ്. ഈ ആംഗിൾ x ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കണം? 180 മൈനസ് x ആവണ്ടേ? അപ്പൊ എങ്ങനെ എഴുതാം? ആംഗിൾ RMQ ഈക്വൽ ടു 180 മൈനസ് x. അപ്പോ RMQ എന്ന് പറയുന്ന ആംഗിൾ എത്രയായിട്ട് മാറി? 180 മൈനസ് x ആയിട്ട് മാറി. അത് നമുക്ക് ഓൾറെഡി തന്നേക്കുന്ന സർക്കിൾ ബേസ് ചെയ്തുകൊണ്ട് അത് സൈക്ലിക് ആണെന്ന് എടുത്തു. അത് വെച്ചുകൊണ്ട് RMQ കണ്ടുപിടിച്ചു. ഇതുപോലെ ഈ PM ഉം RM ഉം വരച്ചിട്ടുണ്ടേ. വരച്ചപ്പോ നമുക്ക് BPMR എന്നൊരു ക്വാഡ്രിലാറ്ററൽ കണ്ടുകൂടെ? BPMR അതിന്റെ പ്രത്യേകത എന്താ? അതും ഒരു സൈക്ലിക് ആണ്. ആ ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണ്. അപ്പൊ പേരെന്താ? ക്വാഡ്രിലാറ്ററൽ BPMR ഈസ് സൈക്ലിക്. BPMR എന്തായിട്ട് മാറി? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിട്ട് മാറി അല്ലെ? അപ്പൊ ഇതും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണല്ലോ. അപ്പോ ഈ ആംഗിൾ y ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഒന്ന് പറഞ്ഞേ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. സോ ഇത് y ആകുമ്പോ ഈ ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ പേര് പറ. RMP ഈക്വൽ ടു 180 മൈനസ് y. അപ്പോ ഈ ആംഗിൾ എന്ത് കിട്ടി? 180 മൈനസ് x. ഈ ആംഗിൾ എന്ത് കിട്ടി? 180 മൈനസ് y. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഏത് ആംഗിൾ ആണ്? ഈ മൂന്നാമത്തെ ആംഗിൾ. ഈ ആംഗിൾ എന്ത് വരും എന്ന് പറഞ്ഞു നോക്കിയേ. അതിന്റെ പേര് എഴുതാം. ആംഗിൾ PMQ. ആംഗിൾ PMQ എന്ത് വരുമായിരിക്കും? ആംഗിൾ PMQ എന്ത് വരും? ഈ ആംഗിൾ വേണ്ടേ? ഈ മൂന്ന് ആംഗിളോട് ആഡ് ചെയ്താൽ നമുക്ക് എത്ര ഡിഗ്രി കിട്ടണം? 360 അല്ലെ? ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ കൂട്ടി കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടും? 360. അതിൽ രണ്ടെണ്ണം നമുക്കറിയാം. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് കണ്ടുപിടിച്ചൂടെ? മൂന്നാമത്തെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നേ? 360 മൈനസ് അറിയാവുന്ന കോണുകൾ കൂട്ടിയെടുക്കുക. അപ്പൊ 180 മൈനസ് x പ്ലസ് 180 മൈനസ് y അല്ലെ? ഇത് 180 മൈനസ് x, ഇത് 180 മൈനസ് y. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. എത്രയെന്ന് മൈനസ് ചെയ്യുന്നു? 360 മൈനസ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? ഇത് 360 മൈനസ് 180 കൂടെ ആകുമ്പോ 360. പിന്നെ ബാലൻസ് എന്താ ഉള്ളത്? മൈനസ് x മൈനസ് y. ഓക്കെ. ഇനി ഈ ബ്രാക്കറ്റ് മാറ്റാൻ പോവാണ്. ഈ കിടക്കുന്ന ബ്രാക്കറ്റ് ഉണ്ടോ? അത് മാറ്റണം. എങ്ങനെയാ? പുറത്തുള്ള മൈനസ് അകത്ത് കൊടുക്കുക. മീൻസ് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ഓരോന്നിന്റെ ചിഹ്നം മാറ്റുക. എന്ത് വരും? 360 മൈനസ് ഇത് പ്ലസ് അല്ലേ? മൈനസ് 360. ഇത് മൈനസ് x എന്താവും? പ്ലസ് x. ഇത് മൈനസ് y എന്താകും? പ്ലസ് y. 360 കട്ട് ചെയ്തു. എന്ത് കിട്ടി? x പ്ലസ് y. അപ്പോ ഈ ആംഗിൾ എനിക്ക് എന്തെന്ന് കിട്ടി? x പ്ലസ് y എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C എന്നെടുത്തു. x y z എന്നെടുത്തു. then M ൽ നിന്ന് R ലോട്ടും P ലോട്ടും Q ലോട്ടും ലൈൻ വരച്ചു. അപ്പൊ നമ്മളെ ട്രയാംഗിൾ 3 ക്വാഡ്രിലാറ്ററൽ ആയിട്ട് സ്പ്ലിറ്റ് ആയി. ശരിയല്ലേ? അതിലെ ഓരോ ക്വാഡ്രിലാറ്ററൽ എടുത്തു നോക്കി. ഒന്നാമത് എടുത്തു. ഏതാണ്? ARPQ എടുത്തു. ARMQ എടുത്തു. അത് സൈക്ലിക് ആയതുകൊണ്ട് ഇത് x ആയപ്പോൾ ഇതെന്തായിട്ട് മാറി? 180 മൈനസ് x. അടുത്തത് ഏതെടുത്തു? BPMR എടുത്തു. അതും സൈക്ലിക് ആണ്. അപ്പൊ ഈ ആംഗിൾ y ആയപ്പോൾ ഇതെന്തായിട്ട് മാറി? 180 മൈനസ് y. ഈ രണ്ട് ആംഗിളും വെച്ചുകൊണ്ട് ഞാൻ ഈ ആംഗിൾ കണ്ടുപിടിച്ചു. ഈ ആംഗിൾ എനിക്ക് എന്തെന്ന് കിട്ടി? x പ്ലസ് y എന്ന് കിട്ടി. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ക്വാഡ്രിലാറ്ററൽ PCQM ഒന്ന് നോക്കി. PCQM ആ ക്വാഡ്രിലാറ്ററൽ ഒന്ന് ശ്രദ്ധിക്കുക. അതില് ആംഗിൾ C പ്ലസ് കാണുന്നുണ്ടാവുന്നതാണ്. ഇത് ആംഗിൾ C പ്ലസ് ആംഗിൾ PMQ എന്ത് കിട്ടുമായിരിക്കും? ആംഗിൾ CM ആംഗിൾ PMQ കൂടെ ആഡ് ചെയ്യണം. നമുക്ക് ആംഗിൾ PMQ എന്താ കിട്ടിയിരിക്കുന്നത്? ഇത് x പ്ലസ് y എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ z എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ആംഗിൾ C യുടെ വാല്യൂ z പ്ലസ് x പ്ലസ് y ഈക്വൽ ടു x പ്ലസ് y പ്ലസ് z എന്ന് എടുത്തൂടെ? ഈ x y z യോട് കൂട്ടി എന്ത് കിട്ടും? ആംഗിൾ AX, ആംഗിൾ BY, ആംഗിൾ C Z. അത് ഒരു
ത്രികോണത്തിന്റെ ട്രയാങ്കിളിന്റെ 3 ആംഗിൾ അല്ലേ? ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിളോട് ആഡ് ചെയ്താൽ എത്ര ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്? 180 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പൊ ഈ 3 ആംഗിൾ കൂടെ ആഡ് ചെയ്യുന്നു, എത്ര ഡിഗ്രി കിട്ടി? 180 ഡിഗ്രി. അപ്പൊ ക്വാഡ്രിലാറ്ററൽ PCQMലെ ഈ ആംഗിളും ഈ ആംഗിളും കൂടെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് എത്ര ഡിഗ്രി കിട്ടി? 180 ഡിഗ്രി കിട്ടി. ഇത് ഓപ്പോസിറ്റ് അല്ലേ? നോക്ക്, ഇത് ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 180. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ആംഗിളും ഈ ആംഗിളും കൂടെ ആഡ് ചെയ്താലും നമുക്ക് 180 തന്നെയല്ലേ കിട്ടുന്നത്? മൊത്തത്തിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ആകുമ്പോൾ 360 കിട്ടണം. ഇതും ഇതും കൂടെ ആഡ് ചെയ്തപ്പോൾ 360 ആണെങ്കിൽ ഇതും ഇതും കൂടെ കൂട്ടുമ്പോഴും എത്ര തന്നെ കിട്ടും? 360 ഡിഗ്രി തന്നെ കിട്ടത്തില്ലേ? ശരിയല്ലേ? അപ്പോ ഓപ്പോസിറ്റ് ആംഗിളിന്റെ സം 180 ഡിഗ്രി കിട്ടി. എതിർകോണുകൾ അനുപൂരകമായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ ക്വാഡ്രിലാറ്ററൽ PCQM ഈസ് സൈക്ലിക്. ശരിയല്ലേ? ചതുർഭുജം PCQM എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അങ്ങനെയാണെങ്കിൽ Pയിലും Qയിലും Cയിലും ടച്ച് ചെയ്യുന്നുണ്ട്. Pയിലും Qയിലും Cയിലും ടച്ച് ചെയ്യുന്നുണ്ട്. PQC ഈ 3 പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഒരു സർക്കിള് വരച്ചാൽ അത് എമ്മി കൂടി പോകത്തില്ലേ? എമ്മി കൂടി പാസ് ചെയ്യും. നമ്മൾ അതാണ് പറഞ്ഞത്. PCQM സൈക്ലിക് ആണെങ്കിൽ PCQ ഈ 3 പോയിന്റിൽ കൂടി വരയ്ക്കുന്ന സർക്കിൾ എവിടെ കൂടി പോയേ പറ്റൂ? എമ്മിൽ കൂടി പാസ് ചെയ്തേ പറ്റൂ. റീസൺ എന്താ? PCQM is a cyclic quadrilateral. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? 3 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന സർക്കിൾ 4ാമത്തെ പോയിന്റിൽ കൂടിയും പാസ് ചെയ്തേ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ PCQൽ കൂടി ഒരു സർക്കിൾ വരച്ചാൽ PCQൽ കൂടി ഒരു സർക്കിൾ വരച്ചാൽ അത് എവിടെ കൂടി പാസ് ചെയ്തിരിക്കും? M എന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യും. റീസൺ PCQM is a cyclic quadrilateral. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ലൈൻസ് വരയ്ക്കുന്നു. എമ്മിൽ നിന്ന് Pയിലോട്ടും Qയിലോട്ടും Rലോട്ടും 3 ലൈൻസ് വരച്ചപ്പോൾ അത് എന്തായിട്ട് മാറി? 3 ക്വാഡ്രിലാറ്ററൽ ആയിട്ട് മാറി. ഫിഗർ കണ്ടാൽ അറിയാം ആദ്യത്തെ 2 ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണ്. അത് വെച്ചുകൊണ്ട് ഇത് x ആയപ്പോൾ ഇത് 180 - x, ഇത് y ആയപ്പോൾ ഇത് 180 - y എന്ന് എടുത്തു. ഈ 2 ആംഗിൾ വെച്ചുകൊണ്ട് ഇത് കണ്ടുപിടിച്ചു. എന്ത് കിട്ടി? x + y. എന്നിട്ട് നമ്മൾ ആ 3ാമത്തെ ക്വാഡ്രിലാറ്ററൽ എടുക്കുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആഡ് ചെയ്ത് നോക്കി. അപ്പൊ x + y + എന്തെന്ന് വന്നു? z. ഈ 3 ആംഗിൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾ 180 ഡിഗ്രി വന്നു. ഓപ്പോസിറ്റ് ആംഗിൾ 180 ഡിഗ്രി വന്നാൽ അതിന്റെ പ്രത്യേകത എന്താണ്? അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. അപ്പൊ PCQ ഇതിൽ കൂടി വരയ്ക്കുന്ന സർക്കിൾ ഏത് പോയിന്റിൽ കൂടി പാസ് ചെയ്തിരിക്കും? M എന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്തിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ മോഡലിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ ഇതും കൂടെ ആകുമ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ്? 2 കോപ്സ്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.